ചെറിയ പൂവാണ്. പക്ഷേ ഇവിടെ വേറെ റെഫറൻസ് ഒന്നും ഇല്ല അല്ലേ? Oh guys, ഇതാണ് എൻട്രൻസ്. വാവ്, ഇല്ല, നോ ട്രാഫിക് സോൺ. ഓക്കെ, ഞങ്ങൾ ഐസ്ക്രീം കഴിക്കാൻ പോകണം. ഐസ്ക്രീം മേടിക്കും. ജെലാറ്റോ. ടേസ്റ്റ് ചെയ്തോ? ടേസ്റ്റ് ചെയ്തോ? ഇറ്റലീസ് ബെസ്റ്റ് ഐസ്ക്രീം. എന്ത് നല്ലതാണോ? ഓ, എണ്ണ സ്ട്രോ. ഇത് പിസ്താഷ്യ ഞാൻ മേടിച്ചേട്ടോ. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ഹലോ ഗൈസ്, ഇതുണ്ടോ? ഇതല്ല ഒറിജിനൽ ജെലാറ്റോ. എന്നെ പറ്റിച്ചറിയും. ഒറിജിനൽ വേൾഡ് ഫേമസ് ജെലാറ്റോ കഴിക്കാൻ വേണ്ടിയുള്ള നീണ്ട നേരെയാണ്. നീ എന്നാലും കൊള്ളാലോ. ഇതിപ്പം ക്രൊയേഷ്യയുടെ ബിൽഡിംഗ് ഇങ്ങനെയാണ് അല്ലേ? അതെ, ഈ കിണറ്റിലൊക്കെ പോവോ? വിളി ചിലപ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും അല്ലേ? അതാണ് കേട്ടോ കട. ജെലാറ്റോയുടെ ചോക്ലേറ്റ് ഫ്ലേവർ. ഒന്നുകൂടെ വേൾഡ് ഫേമസ് ജെലാറ്റോയുടെ ചോക്ലേറ്റ് ഫ്ലേവർ. ഇതിന് 5 euro കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ക ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ്. ഇതാ കേട്ടോ കട. ക്യൂ ഉണ്ടോ? ഇപ്പോൾ കുറഞ്ഞു. ഇപ്പോൾ നട്ടുച്ചാണ്ടായിരിക്കും. ഈവനിങ് ആകുമ്പോൾ നല്ല ആളായിരിക്കും അല്ലേ? കൊള്ളാം. എങ്ങനെയാണ് ടേസ്റ്റ്? നല്ല ടേസ്റ്റ്. ഇവിടെ പള്ളി ഏരിയ ആണെന്ന് തോന്നുന്നു. പോയി വരുന്നില്ലേ? മറ്റേ ഇത് എന്തോ എന്നാ മ്യൂസിയം പോലത്തെ സ്ഥലം. ഇത് പള്ളിയാന്ന് തോന്നുന്നു. എത്ര? 1200 1200 years ഓൾഡാണ്. ഇവിടെ ശരിക്കും ആൾക്കാരൊക്കെ നടന്നേ. ഇവിടെ ഫുള്ള് ഗ്ലേസിങ് പോലായി കണ്ടോ അല്ലേ? ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ടോ? ഇത് പണ്ടത്തെ ആ സെയിം സാധനം ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുക. എന്ത് അടിപൊളി പരിപാടിയാണ്. ഇത് കണ്ടോ, സൂപ്പറായിട്ടുണ്ടല്ലേ? ശരിക്കും ഈ
പഴയ ബിൽഡിങ് ഇങ്ങനെ നിർത്തിയിട്ടേ അതിനകത്ത് അവന്മാര് മറ്റേ പുതിയതായിട്ടൊരു കോൺക്രീറ്റ് കഷ്ണം ഒന്നും കയറ്റിയിട്ടില്ല അല്ലേ അല്ലേ മൊത്തം അതുപോലെ തന്നെ ഇത് ചെയ്തിരിക്കുന്നു. അത് പുല്ല് പോലും പറിച്ചു കളഞ്ഞിട്ടില്ല. പക്ഷെ അതൊരു രസമുണ്ട് കാണാൻ. ആ കളഞ്ഞ അത് അത്ര നേരം ഇവിടെ ക്യൂ നിന്ന് മേടിച്ചാണേ ഇതേ കളയുന്നുണ്ട. ഞാൻ മനസ്സിലായി ഒന്നും മനസ്സിലായില്ലേ ഈ പെയിന്റിങ് എന്നാ ഭയങ്കര ഓൾഡ് സാധനങ്ങളല്ലേ. 1340s ഈ കളറൊക്കെ എങ്ങനെ കിട്ടും? ഇവിടെ പച്ച കളറൊക്കെ ബ്ലൂ ഉണ്ട്, മിക്ക കളറും. ഒരു കിണറുണ്ടല്ലോ 1200 വർഷം പഴക്കമുള്ള കിണറ്റി വെള്ളം ഉണ്ടോ? വെള്ളം കേട്ടോ. കപ്പിങ് കയറൊക്കെ ഉണ്ടായിരുന്നു അവരുടെ. ഈ ഒരു ഇഷ്ടിക തള്ളി പോന്നു കഴിഞ്ഞാൽ തീർന്നു. ഓ എന്താണ് കുഴിയോ? അയ്യോ ആ കണ്ടല്ലോ. വൈബ് സ്പോട്ടല്ലേ. കുറേ പേരൊക്കെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആലപ്പുഴ ഇങ്ങനെ കേൾക്കണം എപ്പോഴും. കുറേ പേര് ഇവിടെ നിന്ന് പടമൊക്കെ വരയ്ക്കുന്നു. പിന്നെ ഇവിടെ ഒരു കിളിവാതിൽ പോലത്തെ. പിന്നെ നമ്മുടെ സിറ്റി ഇവിടെ നോക്കിയാൽ പക്കയായിട്ട് കാണാൻ പറ്റുന്നത് അല്ലെ. വെരി ഗുഡ്. ഇവിടെ കുറേ മരങ്ങളും കാട് പോലത്തെ ഏരിയ. അതെ വാ നല്ല വ്യൂ. ഓ മാൻ ഈ ക്ലൗഡ് കിടക്കുന്നതൊക്കെ എന്ത് രസമല്ലേ. 360 ഡിഗ്രി പാൻ ചെയ്യാം. മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്ത സ്ഥലം അവിടെയാണ്. അവിടെ നമ്മൾ കയറി. ആ അടിപൊളി സ്ഥലം അല്ലേ. ഹലോ ഗൈസ്, ഇതിൻ്റെ ബാക്കിൽ നല്ല രസം കേട്ടോ. അവിടെ കണ്ടോ കട്ട വ്യൂ ആണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഫുൾ ഇങ്ങനെ ഒലിവ് കാടുകളാണ്. ഞങ്ങൾ ആദ്യമായിട്ടോ ഒലിവൊക്കെ ഇത്ര അടുത്ത് കാണുന്നത് അല്ലേ. ഇങ്ങനെ ഒലിവിൻ്റെ കായൊക്കെ ഇടയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എനിക്കറിയില്ല. അവിടെ കണ്ടോ ഒരു ബ്ലാക്ക് കളറ്, അത് ഒലിവിൻ്റെ കായാണ്. അതെ താഴേക്ക് കുറച്ച് കിടപ്പുണ്ട്. ഓ കുറേയൊക്കെ പോയില്ലേ. ഇത് കാണാനറിയില്ല. ഇവിടെ ഫുള്ള് ഇതിൻ്റെ ഇങ്ങനെ ചുമ്മാ പോയി കിടക്കുമല്ലേ. ഒരു മരത്തിൽ തന്നെ ഇത്രയും ഇത് കിട്ടും. ഇവിടെ ഒരാൾ സാഹസികത കാണിക്കുകയാണ്. സായിപ്പ് പച്ചക്ക് ആർക്കേലും ഒക്കെ വിളിക്കും. പക്ഷെ അധികം മരത്തേലൊന്നും അധികം ഇല്ല. ആ ഉണ്ട്, ഇതിലൊക്കെ ഉണ്ട് കുറച്ച്. അല്ലേ ആ ഭാഗത്തേക്ക് കുറച്ചുണ്ട്. കൊള്ളാം അല്ലേ. ഇത് നമ്മളിപ്പോൾ കയറിയ കോട്ട. ഇതിൻ്റെ മേളിൽ നിന്ന് ഭയങ്കര വ്യൂ കേട്ടോ. പക്ഷെ അവിടെ ചെറിയൊരു പ്ലാറ്റ്ഫോമേ ഉള്ളൂ അല്ലേ. ആ പ്ലാറ്റ്ഫോമിൽ അതെ മിക്കവാറും സൺസെറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇറക്കായിരിക്കും. ഭയങ്കര രസമാണ് ഇത് കാണാൻ. ഇതിപ്പോൾ ക്യാമറയിൽ നമുക്ക് എത്ര കിട്ടുമെന്ന് അറിയില്ല. പക്ഷേ ഭയങ്കര പീസാണ്. കമ്പൊക്കെ മേലെ ഒരു
കമ്പിയൊക്കെ മെഴുകേറ്റി വെച്ചിട്ടുണ്ട്. പണിയാൻ പറ്റുമോ? ആ ഭയങ്കര ഇവിടെ നമ്മളേ ഉള്ളൂ. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. ഇത് ഫുള്ള് ഒലീവാ കേട്ടോ. നമ്മൾ അവിടെ നിന്ന് നോക്കി ശരിയാ, ആ ഭാഗത്ത് കണ്ടു. അല്ലല്ല ഇതല്ല, അത് നമ്മൾ അപ്പുറത്ത് നോക്കി. ഞാൻ പറഞ്ഞ രണ്ടാമത് നമ്മൾ അപ്പുറത്ത് വന്നു, ഇവിടെ വന്ന് നോക്കി. ഓ ഇതുവഴി താഴോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല, ചുമ്മാ എല്ലാവരും വരാത്ത. ആ നൈസ് സ്പോട്ടാണ് സാൻ ഗിമിഗാനോ. ഇറ്റലിയിൽ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരണം. കാര്യം ഇറ്റലിക്ക് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാൻ പാടില്ല അല്ലേ. നമ്മൾ ശരിക്കും ഇന്നലെ വന്നിട്ട് വന്ന വഴിയെല്ലാം കണ്ട് ഞെട്ടിപ്പോയി. അതുപോലെ ബ്യൂട്ടിഫുള്ളാണ്. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇതിൻ്റെ ഇടയ്ക്കൂടെ ഉള്ള വ്യൂ കാണിച്ചു തരാവേ. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ ഉള്ള വ്യൂ കണ്ടോ നിങ്ങൾ? ഇത് കണ്ടോ? അതാണ് അപ്പം നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ ഞങ്ങൾ നേരത്തെ സ്പോട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഓക്കെ ആ മിസ്സിങ് ആയി കേട്ടോ. ഏതാണ്ട് ആ ഡയറക്ഷൻ കിട്ടി ഇതാണേ, അതാണ് നമ്മൾ നിൽക്കുന്ന ഹോട്ടൽ. കുറച്ച് ദൂരെയാണ്, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്.